ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈപ്പറ്റിയത് ചെമ്പുപാളി തന്നെയെന്നാണ് ദേവസ്വം വിജിലൻസിന് പോറ്റി മൊഴി നൽകിയത്. പീഠം കാണാതായതിൽ സുഹൃത്ത് വാസുദേവനെ കുറ്റപ്പെടുത്തുന്ന മൊഴിയാണ് നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2 വട്ടം പാളികൾ കൈമാറിയ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കും. പാളി കൈമാറിയതിൽ ഉദ്യോഗസ്ഥ വീഴ്ച വ്യക്തമാക്കുന്ന മഹസറിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. 2019 ജൂലൈ 20 പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ തിരുവാഭരണം കമ്മീഷണർ പങ്കെടുത്തില്ല. സെപ്റ്റംബർ 11 പാളി പുനഃസ്ഥാപിച്ചപ്പോൾ മഹസറിൽ തൂക്കം രേഖപ്പെടുത്തിയിട്ടുമില്ല. സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, വലിയ വീഴ്ച അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് മഹസർ വിവരങ്ങൾ. മീഡിയ വൺ ലഭിച്ച മഹസർ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ഒരു പാളി അത് കൈമാറുമ്പോൾ തിരുവാഭരണം കമ്മീഷണർ ഉണ്ടായിരുന്നില്ല എന്നതിനപ്പുറത്ത് ഇത് പുനഃസ്ഥാപിച്ചപ്പോൾ അതിന്റെ തൂക്കമോ അതെങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായി രേഖപ്പെടുത്തിയില്ല എന്ന് പറയുന്നിടത്ത് തന്നെ വലിയ സംശയമുണ്ട്. ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധാരണ ഈ രീതിയിൽ കൊണ്ടുപോയി അത് തിരിച്ചു വയ്ക്കുമ്പോൾ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയ സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് ഉദ്യോഗസ്ഥരിലേക്ക് കൂടെ ചോദ്യം ചെയ്യൽ നീളുമ്പോൾ അവരിൽ നിന്ന് കൂടി കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് ദേവസ്വം കമ്മീഷൻ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ജിൽസി, നമുക്കറിയാം പല ഉത്തരവുകളും ഈ ശബരിമല സന്നിധാനത്തെ വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഈ 2019 ജൂലൈ 20 ഈ പാളികൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉദ്യോഗസ്ഥർ കൈമാറുമ്പോൾ വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ അതിന് അടിവരയിട്ട് പറയുന്ന തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിടുന്നത്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ അന്ന് പങ്കെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് തിരുവാഭരണം കമ്മീഷണറാണ്. തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിലല്ലാതെ ശബരിമലയിൽ ഈ വസ്തുക്കൾ കൈമാറാൻ പാടില്ല എന്നുള്ള ഉത്തരവുണ്ടായിരുന്നു. പക്ഷെ ആ ഉത്തരവ് അട്ടിമറിച്ചുകൊണ്ട് തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യമില്ലാതെ തന്നെ ഈ പാളികൾ ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം, അന്ന് തയ്യാറാക്കിയ മഹസറിൽ തിരുവാഭരണ കമ്മീഷണർ ഒപ്പിട്ടിട്ടുമില്ല. ബൈജു ആയിരുന്നു അന്ന് തിരുവാഭരണ കമ്മീഷണർ, അദ്ദേഹം ഒപ്പിട്ടിട്ടുമില്ല. അടുത്ത മാസം സെപ്റ്റംബർ 11 ഇത് തിരികെ എത്തിക്കുന്ന സമയത്തും ഇതേപോലെ തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യം ഇല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ആ മഹസർ റിപ്പോർട്ട്. അതുമാത്രമല്ല, തിരികെ എത്തിക്കുമ്പോൾ ആ സാധനത്തിന്റെ തൂക്കം രേഖപ്പെടുത്തണമെന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പോലും ചെയ്തില്ല എന്ന് ആ മഹസർ റിപ്പോർട്ട് വായിച്ചാൽ വ്യക്തമാണ്. ഇത് തിരികെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു, ഇന്ന ആളാണ് കൊണ്ടുപോയത് എന്ന് മാത്രം എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഒപ്പിട്ടവരെയൊക്കെ ലിസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്നും തന്നെ തിരുവാഭരണ കമ്മീഷണറുടെ ഒപ്പുമില്ല. പക്ഷേ അതിൽ തൂക്കം രേഖപ്പെടുത്തണമെന്നുള്ള അടിസ്ഥാന തത്വം പാലിക്കാതെയാണ് ഈ പറഞ്ഞ ശബരിമല അയ്യപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ തിരികെ എത്തിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് മഹസർ റിപ്പോർട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും പറഞ്ഞത് അതുകൊണ്ടാണ്, തനിക്ക് ഉദ്യോഗസ്ഥർ തന്ന സാധനം താൻ കൊണ്ടുപോവുക മാത്രമാണ് ചെയ്തത്. അവർ തന്നത് ചെമ്പെന്ന് അവർ പറഞ്ഞു, അവരുടെ രേഖകളിൽ ചെമ്പെന്ന് പറയുന്നു, താൻ ചെമ്പെന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും പറഞ്ഞത്. അവിടെയാണ് ഈ ഉദ്യോഗസ്ഥ വീഴ്ച എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ 2019 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കൈമാറിയ ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യണമെന്ന് ദേവസ്വം വിജിലൻസ് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം അന്വേഷണം കേന്ദ്രീകരിച്ചാൽ പോരാ എന്നുള്ളതിന്റെ തെളിവാണ്. ഉദ്യോഗസ്ഥരിലേക്ക് കൂടി ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ, അക്കമിട്ട് നിരത്തുന്ന ഉദ്യോഗസ്ഥ വീഴ്ചകളിലേക്ക് കൂടി അന്വേഷണം പോകണമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 4 മണിക്കൂറോളം ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തതിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിഷേധിക്കുകയാണ്. തനിക്ക് ലഭിച്ചത് സ്വർണ്ണപ്പാളികൾ അല്ല, അത് ചെമ്പ് പാളികൾ എന്ന് ആവർത്തിക്കുകയായിരുന്നു ദേവസ്വം വിജിലൻസിനോടും ഉണ്ണികൃഷ്ണൻ പോറ്റി. രേഖകൾ പ്രകാരം അത് ചെമ്പ് തന്നെയാണ്, ചെമ്പുമായിട്ട് തന്നെയാണ് താൻ പോയത്. ഇനി ഇത് വൈകി കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് സാങ്കേതിക കാരണമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ബംഗളൂരുവിലേക്ക് ഇത് കൊണ്ടുപോകരുതെന്ന് തന്നോട് ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ബംഗളൂരുവിലേക്കൊക്കെ കൊണ്ടുപോയതിനു ശേഷം പിന്നെ ചെന്നൈയിലേക്കൊക്കെ കൊണ്ടുപോയതെന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. അപ്പോഴും ഈ കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതിനോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളികൾ പൂജിച്ചു, പക്ഷേ അതിന്റെ പേരിൽ ഒരിടത്തു നിന്നും പണപ്പിരിവോ മറ്റോ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ദേവസ്വം വിജിലൻസിനോട് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴിയായി നൽകിയിട്ടുണ്ട്.